ഹായ് വെൽക്കം ടു ദി സ്റ്റഡി പാൻഡ 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ഇപ്പോൾ കാണിക്കുന്നത് 2026 ഇവൻ്റെ പേരുണ്ടല്ലോ, ഞാൻ നേരത്തെ എപ്പിസോഡിലൊക്കെ A12 എന്നാണ് പറഞ്ഞിരുന്നത്. ആക്ച്വലി അവൻ്റെ പേര് ഷൻ ചെങ് എന്നാണ്, എനിക്ക് പേര് മാറിപ്പോയതാ. ഇവൻ്റെ അമ്മയുടെ, അതായത് ഹൈതാങ്ങിൻ്റെ ആ ഡാനിഷ് കുക്കി ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അതിലൊരു ലെറ്ററാണ്. പ്രസൻറ്റിൽ വെച്ച് അന്ന് തങ് യേഷന് എഴുതിയ ലെറ്ററാണത്. അവൻ ആ ലെറ്റർ എടുത്തുകൊണ്ട് വരുന്നത് യൂനിയാൻ്റെ അടുത്തേക്കാണ്. അവൾ പോലീസ് സ്റ്റേഷനിലാണല്ലോ ഉള്ളത്. അവിടെ കൊണ്ടുവന്ന് അത് അവളുടെ കൈ കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ്റെ പേര് തങ് യേഷൻ എന്നാണോ? അതേസമയം യൂനിയാൻ്റെ ആ ഫ്രണ്ടും സെക്യൂരിറ്റി ഗാർഡും കൂടി ആ മെയിൽ ബോക്സിൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. സെക്യൂരിറ്റി ഗാർഡ് ചോദിക്കും, നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, എന്നിട്ട് പോലും നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പേടിയോ? അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അവൾ ആ മെയിൽ ബോക്സ് പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതെന്താ ഇത്ര പ്രശ്നം? കണ്ടിട്ടൊരു കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നു ഇതിലെന്തോ മാജിക് ട്രിക്സ് ഒക്കെ സംഭവിക്കുകയാണ്. എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ പോയി വെയിറ്റ് ചെയ്യാകത്ത്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ ക്യാറ്റ് വരികയും മെയിൽ ബോക്സിനകത്ത് കുറച്ച് സൗണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ എന്താ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിക്കുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറയുന്നുണ്ട്, പേടിക്കാനായിട്ടൊന്നുമില്ല, അതിപ്പോൾ തന്നെ കാണാൻ പറ്റും. അവൻ ചെന്ന് മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്യും. അതിനകത്ത് ഒരു ലെറ്റർ വന്നത് അവളെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ തന്നെ അവളുടെ ബോധം പോവും. സെക്യൂരിറ്റി ഗാർഡ് ആ ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കുകയാണ്, ലെറ്ററിൻ്റെ ഫോട്ടോ. അത് യൂനിയനാണ് അയക്കുന്നത്. യൂനിയൻ മൊബൈലിൽ ആ ഫോട്ടോ അവൻ പോകാൻ നേരത്ത് അവന് കാണിക്കുന്നുണ്ട്. എന്താണ് ഇതിനർത്ഥം? ഇപ്പോൾ വന്ന ലെറ്ററിൽ എഴുതിയിരിക്കുന്ന റിപ്ലൈ, നമുക്ക് ഫിഷ് കേക്ക് കഴിക്കാൻ പോവാം എന്നാണ് എൻ്റെ അമ്മ എന്നോട് പറയാറുള്ളത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കാണുമ്പോൾ അവൻ ഞെട്ടലോടെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഇവളുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ആ കാര്യം എനിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ അറിയാവുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഹൈതാങ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അമ്മ ഇപ്പോൾ 1991 എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ നേരെ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അവൻ ലെറ്റർ വന്നപ്പോൾ ഉള്ള കാര്യം പറയുകയാണ്, ഇവളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട് ബോധം കെട്ട് വീണു എന്നൊക്കെ. അപ്പോൾ ഷൻ ചെങ് ഇവനാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ കാര്യമൊക്കെ മറ്റുള്ളവരോട് എന്തിനാ പറയുന്നത്, എന്തിനാ എല്ലാവരും അറിയിക്കുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോയി മുറിക്കകത്ത് പോയിട്ട് കഥ അടയ്ക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ചോദിക്കുന്നുണ്ട്, എന്തിനാ അവൻ ഇത്രയും ദേഷ്യം കാണിക്കുന്നത്, എന്തിനാ കഥയൊക്കെ വലിച്ചടയ്ക്കുന്നത്? അപ്പോൾ യൂനിയൻ അവനെ കയറി തടസ്സപ്പെടുത്തുന്നുണ്ട്. വിട്ടേക്ക്, അവൻ അങ്ങനെ പെരുമാറുന്നതിന് കാരണമുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് വീണ്ടും പറയാണ്, എന്ത് കാരണമായാലും ഇങ്ങനെയൊന്നും പെരുമാറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവൾ പറയും, അവൻ്റെ അമ്മ പോയി. അവൻ്റെ അമ്മ എവിടെ പോയി ഇന്ന്? അവൾ വീണ്ടും പറയും, അവൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പെട്ടെന്ന്, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, ക്ഷമിക്കണേ, പൊറുക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ഒരു ലെറ്റർ കിട്ടിയതല്ലേ ഉള്ളൂ 1991 നിന്ന്, അത് അവൻ്റെ അമ്മ തന്നെയല്ലേ എഴുതിയത്. എന്നിട്ട് അവൻ വിളിച്ച് പറയുന്നുണ്ട്, എടാ നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ അമ്മ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്, പക്ഷെ 1991 ഉള്ളൂ. അന്ന് രാത്രി അവർ ലെറ്റർ എഴുതുവാണ്. ഇപ്പോൾ ലെറ്റർ എഴുതുന്നത് അവൻ തന്നെയാണ്. അവൻ എഴുതുന്നത് അവനെ അവോയ്ഡ് ചെയ്യണം, അവനെ കഴിവതും ഒഴിവാക്കണം എന്നൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്ങനെയൊക്കെ എഴുതുന്നത്? അവൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഉടനെ തന്നെ ലെറ്റർ ബോക്സിനകത്ത് ലെറ്റർ ഇടാനായിട്ട് വരികയാണ്. അതേസമയം ഈ ഹൈതാങ്ങും തങ്ങും കൂടി അവിടെ വെയിറ്റ് ചെയ്യാണ് ലെറ്ററിന് വേണ്ടിയിട്ട്. അവർക്ക് ആ ലെറ്റർ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം യൂനിയനും ഷൻചങ്ങും കൂടി പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. പോലീസ് കുറേ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് പറയും, ഇവിടെയല്ലേ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ജീവിച്ചിരുന്നത്? അപ്പോൾ അവൾ പറയും, ഇവിടെ തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. എന്നിട്ട് തങ് യേഷൻ്റെ പഴയകാല ചിത്രം കാണിച്ചിട്ട് പറയാണ്, ഇതല്ലേ നിൻ്റെ അച്ഛൻ? അവൾ പറയും, ഇത് തന്നെയാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ പോലീസ് ഓഫീസർ പറയും, ഇയാളുടെ പേര് തങ് യേഷനാണ്. ഇവൻ ഒരാളെ കൊന്ന കേസിന് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അവരുടെ പ്രസൻ പൊളിച്ചപ്പോൾ വേറൊരു പ്രസനിലേക്ക് മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ഒരു സെൽമേറ്റ് ആയിരുന്നു ഈ യു ഷിഹോങ്. അങ്ങനെയാണ് അവരവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്. യു ഷിഹോങ്ങിന് പ്രസനിൽ വെച്ചിട്ട് തന്നെ മരണപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ തങ് യേഷൻ നിന്നെയും ഗ്രാൻഡ്മേനെ കാണാൻ വന്നതും നിങ്ങളെ പിന്നെ സംരക്ഷിച്ചതും നിങ്ങളുടെ കൂടെ പോകുന്നതും. അപ്പോൾ യൂനിയൻ കുറച്ചൊന്ന് ഇമോഷണൽ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷെൻചെങ് ഈ മെയിൽ ബോക്സിൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് അന്ന് രാത്രി. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അവൻ്റെ അടുത്ത് വന്ന് പറയും, നല്ല ഫ്രീസിങ് ആണ്, നല്ല തണുപ്പുണ്ട്, നീ എന്തിനാ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? അവൻ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിക്കും, നിനക്ക് യു ഷിഹോങ്ങിനെ അറിയാവോ? സെക്യൂരിറ്റി ഗാർഡ് പറയും, അത്യാവശ്യം അറിയാം. അയാളെക്കുറിച്ച് നിനക്ക് എന്താ അറിയാവുന്നുള്ളത്? സെക്യൂരിറ്റി ഗാർഡ് പറയും, അയാൾ കുറച്ച് വയസ്സായൊരു അപ്പൂപ്പൻ, പിന്നെ ഇച്ചിരി നല്ല മനുഷ്യനാണ്, പിന്നെ നിന്നെപ്പോലെ തന്നെയാണ്, ഇവിടെ വന്ന് ഇങ്ങനെ തന്നെ ഇരിക്കും തണുപ്പത്ത്. പിറ്റേ ദിവസം ഷെൻചെങ്ങിൻ്റെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് ഹൈതാങ്ങിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷനാണ്. മിഡിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഉടനെ തന്നെ അവൻ വീട്ടിലേക്ക് കയറി വരും. അവൻ്റെ കോട്ടും മറ്റു സാധനങ്ങളും എടുത്തിട്ട് ഒന്നും പറയാതെ പോവാണ്. യൂനിയൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. പക്ഷെ അവനൊന്നും പറയാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ യൂനിയൻ അവനോട് പറയുന്നുണ്ട്, ഈ സെക്യൂരിറ്റി ഗാർഡിനോട്,
ഞാൻ പെട്ടെന്ന് അവൻ്റെ കൂടെ പോട്ടെ, അവൻ എവിടേക്കാണ് എന്താണ് ഒന്നും പറയുന്നില്ല, അവൻ്റെ കൂടെ പോയാലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിവരം അറിയിക്കാം എന്നും പറഞ്ഞിട്ട് പോവാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ഹാൻഡിൽ ചെയ്തോളണം എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവൻ വീണ്ടും പുഷുയിലേക്കാണ് തിരിച്ചു വന്നത്. അപ്പോൾ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ തിരിച്ചു വന്നത് പെട്ടെന്ന്? പക്ഷേ അവനൊന്നും പറയാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ വീണ്ടും പറയാണ്, എനിക്ക് ഒരു ഗോള് മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ള ഗോള്. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അച്ഛനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഷെൻചെങ് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ റെസ്യൂമിയിൽ കണ്ടത് അമ്മ മിഡിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഏത് വർഷം? അവൻ പറയും, തങ് ഈഷൻ മർഡർ ചെയ്ത അതേ വർഷം. അപ്പോഴേക്കും അവനൊരു കോള് വരുന്നുണ്ട്, നാളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരെ പിറ്റേന്ന് പോയി മീറ്റ് ചെയ്യുന്ന ആളാരാന്നറിയാവോ? ഈ ഹൈത്താൻ്റെയും തങ് ഈഷൻ്റെയും മിസ് ഉണ്ടല്ലോ, ടാൻഷൻ, അവരെയാണ് പോയി മീറ്റ് ചെയ്യുന്നത്. മിസ് സംസാരിക്കുന്നത് തങ് ഈഷൻ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തല്ലോ അതിനെക്കുറിച്ചാണ്. മിസ് പറയുന്നുണ്ട്, ഈ തങ് ഈഷൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ ഹൈത്താങ് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ പലതരം റൂമേഴ്സ് ആയിരുന്നു ആ സമയത്ത്. ചിലർ പറഞ്ഞു തങ് ഈഷൻ ഈ ഹൈത്താങ്ങിന് വേണ്ടിയിട്ടാണ് കൊന്നത്, മറ്റു ചിലർ പറഞ്ഞു ഈ ഹൈത്താങ്ങാണ് കൊന്നത്, തങ് ഈഷൻ പക്ഷെ ബ്ലെയിം ഏറ്റെടുത്തു അവൾക്ക് വേണ്ടി. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, തങ് ഈഷൻ ഒരിക്കലും ഈ ഹൈത്താങ്ങിന് ഉപദ്രവം വരുന്നതോ ദോഷം വരുന്നതോ ഒരു കാര്യവും ചെയ്യത്തില്ല. അപ്പോൾ ഈ ഷെൻചെങ് അവരോട് ചോദിക്കുന്നുണ്ട്, അതെന്താ അത്രയ്ക്ക് ഉറപ്പ്? അവർ പറയും, അവരെൻ്റെ കുട്ടികളായിരുന്നു. ഒരു ദിവസം പ്രസന്റിൽ വെച്ചിട്ട് അവൻ എനിക്കൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അവന് ഈ ഹൈത്താങ്ങിനെ ഇനി ഒരിക്കലും ബുദ്ധിമുട്ടിക്കാനായിട്ട് പറ്റില്ല, അവളുടെ ജീവിതം അവനായിട്ട് ഒരിക്കലും നശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ അവൾക്ക് 12th എക്സാം ഒന്നുകൂടി എഴുതുന്നതിന് വേണ്ടി അവൻ എന്നോട് ഒരുപാട് ബെഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് കോളേജിൽ കയറാൻ വേണ്ടിയിട്ട് സഹായിക്കണം, പഠിക്കാൻ സഹായിക്കണം, ഈ മെയ്വാൻ ടൗൺ സേഫ് ആയിട്ട് വിടാനും ഇവിടുന്ന് പോകാനും ഒക്കെ സഹായിക്കണമെന്ന് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ അവിടുന്ന് കോളേജിലേക്ക് പോയതിന് ശേഷം ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ലോസ് ആയി. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അവരുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും കുറിച്ച് അറിയാവോ? ഇത്രയും വർഷമായില്ലേ, ഞാൻ ഒരുപാട് മറന്നുപോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ തങ് ഈഷൻ്റെ മീ ഹൈത്താങ്ങിനും അറിയാവുന്നതായിട്ടുള്ള ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഷങ്ഹാവു എന്നാണ് അയാളുടെ പേര്. പക്ഷേ അയാളിപ്പോൾ എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല. ഷങ്ഹാവു എന്ന് പറയുന്നത് നമ്മുടെ റാറ്റാണ്. അപ്പോഴേക്കും ഈ മിസ്സിൻ്റെ മകൻ്റെ കുട്ടിയുമായിട്ടൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാവരും വന്ന് മിസ്സിനെ വിളിച്ചിട്ട് പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് 1991 ആണ്. ഈ ഹൈത്താങ്ങിനും തങ് ഈഷനും കൂടി ആ ലെറ്റർ കിട്ടിയല്ലോ, അവൻ എഴുതിയ ലെറ്റർ, ഷെൻചെങ്. ആ ലെറ്ററിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഈ ഹൈത്താങ്ങിൻ്റെ മകൻ ഷെൻചെങ് ആണ്. എനിക്കെൻ്റെ ഫീലിങ്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് വിശ്വസിക്കണം. 2026 ഒരു ടെറിബിൾ കാര്യം നടന്നിരിക്കുകയാണ്. 1991 അമ്മ സുഖമായിട്ടിരിക്കുകയാണോ എന്ന് എനിക്കറിയണം. അമ്മയ്ക്ക് തങ് ഈഷൻ എന്ന് പറയുന്ന ആളെ അറിയാമെങ്കിൽ, അയാൾ അമ്മയുടെ കൂടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളെ അവോയ്ഡ് ചെയ്യണം. അയാൾ അമ്മയ്ക്ക് ദോഷം കൊണ്ടുവരും, അമ്മ ഡേഞ്ചറിലാകും അയാൾ കാരണം. ഇതൊക്കെ വായിച്ചിട്ട് അവനാകെ അമ്പരക്കുകയാണ്. നിനക്കൊരു മകനുണ്ടെന്നോ? നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ? ഞാൻ എങ്ങനെയാ നിന്നെ ഡേഞ്ചറിലാക്കുന്നേ? എന്നിട്ട് തങ് ഈഷന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇവൻ നിന്റെ മകനാണെന്നൊക്കെയാണല്ലോ പറഞ്ഞേക്കുന്നേ. അതുമല്ല, നിന്റെ മകന്റെ പേരിൽ ഷെൻചൻ എന്നാണ് എഴുതിയേക്കുന്നത്. അതെങ്ങനെയാ അവന്റെ സർനെയിം ഷെൻ ആവുന്നത്? ഞാൻ തങ്ങല്ലേ, അപ്പൊ അവന്റെ അച്ഛൻ ആരായിരിക്കും? ഷെൻ ഷാവോജൻ ആയിരിക്കുമോ? ഈ ഷെൻ ഷാവോജൻ എന്ന് പറയുന്നത് ഇവരുടെ ക്ലാസ്സിലെ ആ പ്രശ്നക്കാരൻ പയ്യനുണ്ടല്ലോ, അവനാണ്. ഞാനെന്താ അപ്പം 2026 കാണത്തില്ലേ? ഞാനെന്താ മരിച്ചു? അവനെന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്? അപ്പോഴാണ് തങ് ഈഷൻ അതിൽ അവനും അമ്മയ്ക്കും മാത്രം അറിയാവുന്നുള്ള കാര്യമെന്നും പറഞ്ഞിട്ട് ആ ഫിഷ് കേക്കിന്റെ കാര്യം പറഞ്ഞ ഭാഗം അവളെ കാണിക്കുന്നത്. അവൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഇത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ, ഞാൻ എൻ്റെ ഗ്രാൻഡ്മയോട് പോലും പറഞ്ഞിട്ടില്ല, ഇത് ഞാനും അമ്മയും മാത്രം അറിയാവുന്നുള്ള കാര്യമാണ്. അതെങ്ങനെയാ അവനറിയാവുന്നേ? ആരാണ് ഈ യൂഷിഹോം, ആരാണ് ഈ യൂനിയൻ? ആകെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടല്ലോ. എത്ര ശ്രമിച്ചിട്ടും അന്ന് രാത്രി അവനും അവൾക്കും ഉറക്കം വന്നതേയില്ല. പിറ്റേ ദിവസമാവും, അന്ന് നല്ല മഴ പെയ്യാണ്. മഴ പെയ്യുന്നത് കാരണം അവരുടെ വീട് മുഴുവൻ ചോരുന്നുണ്ട്. അവർ ചോരുന്ന ഭാഗത്തൊക്കെ പാത്രം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴും അവൻ്റെ മനസ്സിൽ അലട്ടുന്നത്, എന്തിനാണ് ലെറ്ററിൽ ഇവനെ അവോയ്ഡ് ചെയ്യണം, ഇവൻ ഇവൾക്ക് ഡേഞ്ചർ കൊണ്ടുവരും എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അത് അവൻ്റെ മനസ്സിൽ നിന്ന് മായുന്നേയില്ല. അത് കാരണം അവൻ ഒരുപാട് അപ്സെറ്റാണ്. അവരെന്നിട്ട് ഒരുമിച്ച് കടയിലൊരു സാധനം വാങ്ങാനായിട്ട് പോകുന്ന വഴിക്ക് ആ സ്റ്റോറിനടുത്തിരിക്കുന്ന മെയിൽ ബോക്സ് കാണുന്നില്ല. അവിടെ മുഴുവൻ അവർ നോക്കുന്നുണ്ട്, പക്ഷേ ആ മെയിൽ ബോക്സ് മിസ്സിംഗ് ആയിരിക്കുകയാണ്. ഇനി എന്താകുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ അറിയാം. അതുവരെ സ്നേഹത്തോടെ സൈനിങ് ഓഫ്, ദ സ്റ്റോറി പാണ്ട.